ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖം. അപ്പോൾ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ കറി ഷർട്ട് ഇസ്തിരിയിടാൻ വന്നതാണ്. അപ്പോൾ തോന്നിയതൊന്ന് വ്ളോഗ് എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് രാവിലെ തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇക്കാക്ക് നേരത്തെ പോകണം, മക്കളാണെങ്കിൽ എണീച്ചിട്ടുമില്ല. അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ വ്ളോഗ് എടുത്തതാണ്. അപ്പോൾ ഇതാ ഇനി മോനെ വിളിക്കണം, അതിൻ്റെ ഇടയിൽ സ്കൂൾ ബാഗ് റെഡിയാക്കണം, ടിഫിനൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ലാസ്റ്റ് വരെയൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇന്ന് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ് കേട്ടോ. എപ്പോൾ നമ്മൾ ഷോർട്ടായിട്ടുള്ള ഇടയിൽ ഇന്ന് കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇക്കാക്ക് നാസ്റ്റൊക്കെ എടുത്തു കൊടുത്തു. ഇക്ക പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ മോനെ എണീപ്പിച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അതിന് അവൻ്റെ ബുക്ക് റെഡിയാക്കി വെക്കണം. ടിഫിനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് സ്നാക്സായിട്ട് നമ്മുടെ ബ്രെഡ് ടോസ്റ്റാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കൽ. അപ്പോൾ അങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കണം. മോളൊക്കെ റെഡിയായി, മോനും റെഡിയായിട്ട് പിന്നെ അവനക്ക് ഫുഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ടൈം ടേബിൾ എടുത്ത് വെക്കുന്നുണ്ടോ. രാത്രി തന്നെ എടുത്ത് വെക്കണമെന്ന് വിചാരിക്കും, എന്നാലും എന്തെങ്കിലും ഒന്ന് എഴുതാൻ ബാക്കിയുണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് ഇങ്ങനെ രാവിലെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ബുക്കൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഇനി അവരെ വിടണം. ഇക്ക പോകുന്ന സമയത്ത് നല്ല ഒരു ഇതായിരുന്നു കേട്ടോ. കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നല്ല മഴ വരാൻ പോകുന്നുണ്ട്. കുട്ടികൾ ഇറങ്ങുന്ന സമയത്താണ് ഒരു നല്ല മഴ വരുന്നത് കേട്ടോ. പെട്ടെന്ന് വന്ന് മഴയാണ് കേട്ടോ. പെട്ടെന്ന് മഴ വരും, പിന്നെ പോവും, പിന്നെ ഒന്നുമില്ലാത്ത പോലെ സൈലൻ്റായിട്ട് നല്ലൊരു വെയിൽ വരും. അപ്പം മക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോൻ്റെ ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും വെനസ്ഡേ ആയതുകൊണ്ടാണ് കളർ ഡ്രസ്സിലുള്ളത്. വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റ്, മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു സുഖമില്ലേ അത്. അപ്പോൾ വണ്ടിയൊക്കെ വന്ന് അവർ പോയി. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യണം. ഇപ്പം മോനെ കൂട്ടിയിട്ട് ഒന്ന് ഹോസ്പിറ്റലിലേക്കും പോകണം, ബേബിനെ കൂട്ടിയിട്ട്. അതെന്താണെന്ന് വെച്ചാൽ മോന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാല് എവിടെയോ ഇടിച്ചതാണെന്ന് എന്താണെന്ന് കറക്റ്റായിട്ട് അവർ അറിയില്ല. മക്കൾ മൂന്നാളും കൂടിയിട്ട് കളിക്കുമ്പോഴാണ്. അപ്പോൾ കളിക്കുമ്പോൾ പെട്ടെന്ന് കാലൊന്ന് ഉളുക്കിയതാണെന്ന് തോന്നുന്നു. ഉളുക്കിയിട്ട് ചെറിയൊരു നീർക്കെട്ടുണ്ട് കാലിന്. അപ്പം ബേബിക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകണം. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇവിടെ വന്നിട്ട് നിൽക്കുന്നത് എന്നിട്ടാ. കാലൊക്കെ ശരിക്കും നടക്കാനൊന്നും പറ്റുന്നില്ല. ഇങ്ങനെ കാലം മടക്കി ഇങ്ങനെ എന്നിട്ട് വരുന്നതാണ്. പിന്നെ ഇവനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പം ഞാനിതാ അകത്തേക്ക് കയറുമ്പോൾ ഇതാ ഉമ്മാമയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പയ്ക്കാണ്. അത് ക്ലീനാക്കി വെച്ചിട്ടുണ്ടതിന്. നല്ല ടേസ്റ്റ് ഉണ്ടായി, നല്ല കളറ്. പോരാത്തതിന് നല്ല ലൈറ്റ് മധുരം. ഇങ്ങനെ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ കട്ടി മധുരമൊന്നുമില്ല, നല്ല ലൈറ്റ് മധുരം. നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. എനിക്ക് കപ്പക്ക ഇങ്ങനത്തെ ഓറഞ്ച് കളറുള്ള ഫ്രൂട്ട്സാണ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ കുക്കറിൽ കറിയാക്കാനും വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് എന്താണ് പച്ചക്കപ്പയ്ക്കും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടതിന്, അത് കറിയാക്കുന്നുണ്ടതിന്. അപ്പം ഞാനും ഉപ്പിയും ബേബിനെയും കൂട്ടിയിട്ട് അടുത്തുള്ള ഹെൽത്തിലേക്ക് പോയിട്ടൊന്ന് കാണിച്ചിട്ട് വന്നു കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, ചൂട് പിടിച്ചാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഓയിൽമെൻറ്റും തന്നിട്ടുണ്ടായിന്. 2 ദിവസം ചൂട് പിടിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കാൻ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ തന്നെ ക്ലീനിങ് പരിപാടി ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അടിച്ചുവാരലും തുടക്കലും അങ്ങനെയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ റൂമിൽ കുറച്ച് ഡ്രോയറൊക്കെ വലിച്ചിട്ടിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാനും ബേബിയും കൂടിയിട്ടാണ്. ബേബി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിന്. അപ്പോൾ കാലൊന്നും പറ്റാത്തതുകൊണ്ട് മൂപ്പറ് ഒരേ കരച്ചിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ മൺഡേ നമ്മൾ മക്കൾക്ക് 4 ദിവസമല്ലേ ലീവ്. സാറ്റർഡേ, സൺഡേ, മൺഡേ,
പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ട്യൂസ്ഡേയും കൂടി ലീവായിരുന്നല്ലോ. അപ്പോൾ അതിന് ശേഷം എല്ലാം വലിച്ചിട്ട പോലെ ഉണ്ട്. എല്ലാ ഡ്രോയറും എല്ലാ ടോയ്സും ഡ്രസ്സും എല്ലാം വലിച്ചിട്ടിട്ട്, ഇപ്പോൾ ഇവർ കളിക്കുമ്പം അവർ ടോയ്സ് എടുത്തിട്ടല്ലല്ലോ കളിക്കൽ. അപ്പോൾ അങ്ങനെ വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിങ്ങനെ എന്താ കമ്മൽ സെറ്റാക്കി വെക്കാം. ഇത് ഒരു സെറ്റിൻ്റെ ഒരു നെക്ലേസ് സെറ്റിൻ്റെ ബോക്സും അതിൻ്റെ സ്പഞ്ചും കേട്ടോ, തെർമോക്കോളാണ് കേട്ടോ. അപ്പം അതിലാണ് ഞാൻ കമ്മൽ ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായത്. ഒരു DIY വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്ത് വെക്കണം. ഇത് മോള് യൂസ് ചെയ്യാറൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു ഇഷ്ടത്തിന് എനിക്കിങ്ങനെ ഫാൻസി സാധനം ഉപയോഗിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം മൂക്കൊണ്ട് എടുത്ത് വെച്ചാണ്. ഒരു മാലയൊക്കെ മാലയൊക്കെ പോയിട്ടുണ്ടാവും, നമ്മൾ ഉപയോഗിച്ച് അങ്ങനെ ഇതായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കമ്മലൊന്നും അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചാൽ ഇത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഒരു കൈമ്മൽ ഫോണും പിടിച്ചിട്ട് തുറക്കുന്നതുകൊണ്ട് തുറക്കാൻ പറ്റുന്നുണ്ടായില്ല. ഇത് കുപ്പിവള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുപ്പിവള. അങ്ങനെ ഒരിക്കൽ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്ക വാങ്ങിച്ചു തന്നെയാണ്. നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും. അങ്ങനെ അധികം ഇടാറൊന്നുമില്ല. ഇപ്പോഴെങ്കിലും പെരുന്നാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സ് ഇടുമ്പോൾ മാച്ചിങ് ആയിട്ടോ അങ്ങനെയായിട്ട് ഉപയോഗിക്കുമല്ലോ. എപ്പം പറയും ഗോൾഡ് പോലെ ഇത്ര സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എടുത്ത് വെച്ചാൽ എന്താ. അപ്പോൾ ഞാനിത് ഓരോന്ന് എടുത്ത് വെക്കുന്നോറും മോന് വന്നിട്ട് വലിച്ചിടലും ആക്കലെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് പണി ഇതെടുത്ത് വെക്കുന്നോറും അവൻ തുറന്നിട്ട് രണ്ടാമതും വലിച്ചിടും. അപ്പോൾ ഇത് ഡ്രസ്സിങ് ടേബിളിൻ്റെ മറ്റൊരു ഡ്രോയറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വാച്ചും നമ്മുടെ സ്കാർഫ് പിന്നും ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുണ്ടായത്. അതും വലിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതെൻ്റെ വാച്ച് കളക്ഷനാണ് കേട്ടോ. ഞാൻ അങ്ങനെ വാച്ച് പണ്ടൊക്കെ നല്ലോണം യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം കുറവാണ്, എന്നാലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പിന്നൊക്കെ അങ്ങനെ തന്നെ രണ്ടാമത് ഞാൻ എടുത്ത് വെക്കും. പിന്നെ വെക്കുന്ന ഇതിൽ തന്നെ വെക്കും. പക്ഷെ മോളൊന്നും അങ്ങനെ വെക്കാറില്ല. അവൾ ഡ്രോയറിൽ അങ്ങനെ ഡയറക്റ്റായിട്ട് ഇടുകയാണ് ചെയ്യാറ്. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലും എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയ്യിൽ തറക്കുന്നുണ്ടായി. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ പഴയ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ മോളുടെയും ഇതെൻ്റെ പണ്ടത്തെ ക്ലാസ് ഫോട്ടോ വന്നിട്ടാ. ഇതിൽ ഞാൻ ഉള്ളത് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഈ പിന്നിലൊക്കെ ഇത് തിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വാച്ച് ഉണ്ട്, ഇത് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ വാച്ച്. പൊട്ടിപ്പോയി, പക്ഷേ ഞാനത് എടുത്ത് വെച്ചിന്. പൊട്ടിയാലും കളയാൻ മനസ്സില്ല. അതിൻ്റെ മുന്നിലത്തെ ഗ്ലാസ്സൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇടാറില്ല, എന്നാലും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാച്ച് ഞാൻ ഒരുപാട് യൂസ് ചെയ്തത്. നല്ല രസമാണ് കേട്ടോ. നല്ല ബ്രേസ്ലെറ്റ്, നല്ല ഇങ്ങനെ ഇട്ടാൽ വാച്ചാന്ന് മനസ്സിലാവില്ല. നല്ല രസമാണ് ഇട്ടാൽ. പിന്നെ ചെയിന്, പിന്നെ 2-3 വാച്ചുകൾ ഇങ്ങനെയുണ്ട്. ഇതൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ഉമ്മാരെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു ചെയിനും കൂടി ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി വെക്കുമ്പോൾ ഇത് ഇവിടെ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇതും അതേപോലത്തെ ഒരു വാച്ചാണ്. ഇത് കുറേ പഴയ കളക്ഷനാണ് കേട്ടോ. ഇത് കുറേ ആയി, ഒരു 2-3 അല്ല, ഒരു 5-6 കൊല്ലത്തിന് മുന്നേ. അപ്പം ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് വാച്ചാണ്. എൻ്റെ ബ്രദർ ഗിഫ്റ്റ് ചെയ്തൊരു വാച്ചാണിത്. ഫസ്റ്റ് അവന് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് കൊണ്ടുവന്ന സാധനമാണ്. അപ്പോൾ അത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കുറച്ച് ബട്ടൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ ഞാനിത് ഓരോന്ന് എടുത്ത് വെക്കുന്നോറും മോന് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മോനൊക്കെ തിരിച്ച് വലിച്ചിടുന്നുണ്ടായിരുന്നു കേട്ടോ. പണി. അപ്പോൾ ഈ ഒരു ബോക്സും കൂടി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായതാണ്. ഇത് എൻ്റെ 2 ബോയ്സിൻ്റെയും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സാധനമല്ലേ, അത് 2 ആളുടെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ഇതിലാണ് വെച്ചിട്ടുണ്ടായത്, ഈ ബോക്സിലാണ് ഉണ്ടായത്. പിന്നെ അതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയെല്ലാമായിട്ട് വേറെ എന്തൊക്കെയോ സാധനം ഇതിൽ വരാൻ തുടങ്ങി. പിന്നെ ഇതൊരു ചോക്കറാണ് കേട്ടോ. നല്ല രസമാണ്, ബ്ലാക്ക് കളറിൽ. നല്ല ഇട്ടാൽ നല്ല ഭംഗി കാണിക്കും, എടുത്ത് കാണിക്കും. അപ്പം നല്ല ഭംഗിയാണ്. ഇത് ഇട്ടതിന് ശേഷം ഇതിലെടുത്ത് വെച്ചാണ് ഞാൻ കാണിച്ചു തരാം. നല്ല രസമാണ്. അതിൻ്റെ മാച്ചിങ്ങിൽ തന്നെ ഒരു കമ്മലും കൂടി ഉണ്ട്. കമ്മൽ അത് വേറെ ബോക്സിലായിപ്പോയി. ഞാൻ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ നമ്മുടെ ജ്വല്ലറി കളക്ഷനായിട്ട് കാണിച്ചു തരാം. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫുൾ ജ്വല്ലറി കളക്ഷൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് വേറൊരു മാല, ഇത് പൊട്ടിപ്പോയിട്ടാ. ഇതതിന് ബാക്കി. ഇതിനൊരു കമ്മലുണ്ട്. ഇത് കമ്മൽ നല്ല രസമാണ്, നല്ല ഭംഗിയാണ് ഇട്ടിട്ട് കാണാൻ.
ഇതേപോലെ ഇതൊരു വേറൊരു പാൻറ്റീൻ. പിന്നെ ഈ റിങ് നിങ്ങളധികം കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതാ വേറൊരു റിങ്ങും കൂടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പൈസയും അങ്ങനെ ഉണ്ടാവും. ഞാൻ കുറച്ച് കോയിൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ഇത് പെട്ടെന്ന് എടുത്ത് വെക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ബോക്സും കൂടി ഞാൻ അതിലത്തെടുത്ത് വെക്കട്ടെ. ഇനി ബാക്കിയുള്ളത് കളയേണ്ടതൊക്കെ കളയും. അതിന് ശേഷം എന്താ പറയുക, ഞാൻ ഈ ഡ്രോയർ എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു ബോക്സ് വാച്ചിൻ്റെയാണ്. പക്ഷേ എന്തിനാണ് എടുത്ത് വെക്കുന്നത് എനിക്കറിയില്ല. വാച്ചിലത്ത് വെക്കലൊന്നുമില്ല. നമുക്കൊരു സാധനം എപ്പോഴെങ്കിലും ആവശ്യം വരുമെന്ന് വെച്ചിട്ട് അങ്ങനെ വെക്കലല്ലേ. ആ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. എനിക്ക് കളയാൻ മനസ്സുണ്ടാവില്ല. അപ്പം ഇനി ഉമ്മാരുടെ റൂമിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ലീവ് കഴിഞ്ഞിട്ടുള്ള ദിവസം ഫുൾ വലിച്ചിട്ടിട്ടാണ് ഉണ്ടാവുക. എല്ലാം ഡ്രസ്സും കാര്യങ്ങളെല്ലാം വലിച്ചിട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ മടക്കി വെക്കണം. ഇത് കണ്ടാൽ ഒരാൾ പറയില്ലല്ലോ ഒരാഴ്ച മുന്നേ മടക്കിയതാന്ന്. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമതും മടക്കി വെച്ചു. എത്ര പെട്ടെന്നല്ല മടക്കി വെച്ചതൊക്കെ ഇങ്ങനെ തന്നെ ആവുന്നുണ്ടെങ്കിൽ എത്ര സുഖമായിരുന്നു, പെട്ടെന്ന് മാജിക് പോലെ. അപ്പോൾ മടക്കി വെക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഷോർട്സ് സൈഡിൽ കൂടി എഡിറ്റ് ചെയ്തിട്ട് വെച്ചത്. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിക്കാൻ ഇന്ന് സ്പെഷ്യൽ ഇത് ഇന്നലത്തെ മത്തിക്കറിയാണ് കേട്ടോ. പിന്നെ ഇന്ന് ഉണ്ടാക്കിയത് നമ്മുടെ കപ്പക്ക കറി, പുളിയും കറി ആക്കിയിട്ട് വെച്ചത് കപ്പക്ക, പിന്നെ ചോറ്, പിന്നെ കപ്പക്ക ഇതാക്കിയിട്ടുണ്ട്, വറവ് പോലെ ആക്കിയിട്ടുണ്ട്, പിന്നെ അച്ചാറ്, പപ്പടം. പിന്നെ നമ്മൾ നേരത്തെ പഴുത്ത കപ്പയ്ക്ക ഉണ്ടായിട്ടില്ലേ, അത് ഇവിടെയുണ്ട്. കുറച്ച് 2-3 ഉണ്ടാവും. ബാക്കി കഴിച്ചിട്ടുണ്ടായിട്ടാ. ഇനി ഇതിപ്പോൾ ചോറിന് ശേഷം കഴിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് കോംബോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം മോനെ ഉറക്കിയിട്ടാണ് നമ്മുടെ കുളിക്കലും നിസ്കാരവും എല്ലാം ചെയ്യുന്നതാ. അപ്പം നമുക്കിവിടെ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ ലോഡ് കണക്കിന് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട്. തുണിയോട് മല്ലിട്ട് ദിവസമായിട്ട് പോയി. ഇത് എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ അല്ല, 2-3 ദിവസത്തെ. നമുക്ക് മഴക്കാലത്ത് ഉണങ്ങാൻ ഭയങ്കര പണിയല്ലേ. അപ്പോൾ ആ കുറേ ദിവസത്തെ തുണിയുണ്ട്. എൻ്റെ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവച്ചാണ്. പിന്നെ ഹാളിൽ ഇതേപോലെ ടോയ്സും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. ഇതെടുത്ത് വെച്ചിട്ട് വല്ല കാര്യമൊന്നുമില്ല. ഇന്നും രണ്ടാമതാവും വന്നപാട് തട്ടിക്കളയും. അപ്പം ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഫുള്ളായിട്ടില്ല എന്നാലും കുഞ്ഞ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.